നഴ്സുമാരുടെ സമരം വിജയത്തിലേക്കാണ്. 469 ആശുപത്രികളിൽ മാനേജ്മെന്റുമായി UNA ധാരണയിലെത്തി. നിലവിൽ സംസ്ഥാനത്ത് 21 ആശുപത്രികളിലാണ് നഴ്സസ് സമരം ചെയ്തത്. അജയ് കുഞ്ഞുമോൻ. അജയ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ്, ആ സമരത്തോടൊപ്പം തന്നെയായിരുന്നു. ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായി കൂലി വേണമെന്ന് മാത്രമല്ല, നേരത്തെ വർദ്ധിപ്പിച്ചു തരാം എന്ന പ്രഖ്യാപനം നടപ്പിലാകണമെന്ന തികച്ചും യാഥാർത്ഥ്യബോധമുള്ള ഒരു സമരമായിരുന്നു. അത് ആ സമരം വിജയം കാണുന്നതിൽ സന്തോഷം. അജി, തീർച്ചയായിട്ടും ഹാഷ്മി, സ്മിത, ഗുഡ് മോർണിംഗ്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ദിവസമായി ഈ വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം അവർ സമരത്തിലായിരുന്നു. ആ സമരമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സംസ്ഥാനത്ത് 21 ആശുപത്രികൾ താഴെ മാത്രമാണ് ഇനിയും ഈ UNA-യുമായിട്ട് ധാരണയിലെത്താനുള്ളത്. അതായത് കണ്ണൂർ ജില്ലയിലെ 2 ആശുപത്രിയും വയനാട് ജില്ലയിൽ 2ഉം കോഴിക്കോട് 4 ആശുപത്രിയും പാലക്കാട് ജില്ലയിൽ 2ഉം ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ 2ഉം തൃശ്ശൂർ ജില്ലയിൽ 3ഉം എറണാകുളത്ത് 3ഉം കോട്ടയത്തും പത്തനംതിട്ടയിൽ കൊല്ലത്തും ഓരോ ആശുപത്രികൾ വീതം മാത്രമാണ് ഇനി ഇതിൽ ഏറ്റവും UNA അധ്യക്ഷൻ ശ്രീ ജാസ്മിൻ ഷാ. ജാസ്മിൻ ഷാ, എന്തായാലും ആ സമരം വിജയത്തിലേക്ക്, ഇപ്പോൾ 10-21 ആശുപത്രിയിലേക്ക് ആ സമരം ചുരുങ്ങിയെങ്കിൽ സമര വിജയം എന്ന് പറയാനായോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടും വിജയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിലൊരു ആത്മസംതൃപ്തി ഉണ്ടാവുക. ഞങ്ങളുടെ മുഴുവൻ സഹപ്രവർത്തകരും ജോലിയിൽ പ്രവേശിക്കുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ വിജയത്തിലെത്തി എന്ന് പറയാൻ സാധിക്കുക. എന്നിരുന്നാൽ പോലും മെജോറിറ്റി ആശുപത്രികളും ഏകദേശം 90%, 80% ആശുപത്രികളും ഞങ്ങളുമായി ധാരണയിലെത്തിയിട്ടുണ്ട്, കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ഈ വലിയൊരു വിഭാഗം ആശുപത്രികൾ ഈ മാസം മുതലുള്ള ശമ്പളത്തിലും മറ്റെല്ലാ ആശുപത്രികളും അടുത്ത മാസം മുതലുള്ള ശമ്പളത്തിലും വേതനം കൊടുക്കുമെന്നും ട്രെയിനിങ് സമ്പ്രദായം അവസാനിപ്പിക്കാനും എല്ലാം ഞങ്ങൾക്ക് ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നു. കാരണം ആരുമില്ലാതെ കുറെ മാധ്യമങ്ങളും അതുപോലെ നഴ്സുമാരും ഒരു സാധാരണക്കാരുടെ മാത്രം പിന്തുണയിലാണ് ഈ സമരം മുന്നോട്ട് പോയത്. അപ്പോൾ അത് വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഞങ്ങളെക്കുറിച്ചും ഞങ്ങളെ പറ്റി മാത്രമല്ല മറ്റു അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളെ കുറിച്ച് പോലും അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു സംഗതിയായിരിക്കും. തീർച്ചയായും വൻകിട കോർപ്പറേറ്റ് കമ്പനികളാണ് ഇപ്പോഴും ഒപ്പിടാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആസ്റ്റർ ഗ്രൂപ്പ് പോലെ, ബ്ലാക്ക് സ്റ്റോണിന്റെ ആസ്റ്റർ ഗ്രൂപ്പ് പോലെ, KKRന്റെ BMH പോലുള്ള, ലേക്ക് ഷോർ ആശുപത്രി പോലുള്ള ഇത്തരം ആശുപത്രികളാണ് യഥാർത്ഥത്തിൽ കരാർ ഒപ്പിടാതെ ഇപ്പോഴും സമരം തുടരുന്നത്. ഒപ്പിടാവുന്നേ ഉള്ളൂ ജാസ്മിൻ. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉന്നയിക്കുന്നത് ആന ശമ്പളമൊന്നുമല്ല, സാധാരണ ശമ്പളം മാത്രമാണ്. അത് ഈ പറഞ്ഞ എല്ലാ മാനേജ്മെന്റുകൾക്കും അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. അതെ, അതാണ് ഞങ്ങൾ ഇതിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാരണം 50 കിടക്കുള്ള, 100 കിടക്കുള്ള, 200 കിടക്കുള്ള ആശുപത്രികളെല്ലാം ആദ്യമേ ഒപ്പിട്ടു. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആസ്റ്റർ ആശുപത്രിയിൽ നിങ്ങളൊരു ചികിത്സക്ക് പോയാൽ എത്ര രൂപയാണ് ചികിത്സക്ക് അവർ ഈടാക്കുന്നത്? ഇന്ന് നമ്മൾ അറിയുന്നത് അവർ സമരം പൊളിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും തെലങ്കാനയിൽ നിന്നും നഴ്സുമാരെ, അവിടുത്തെ ആസ്റ്റർ ആശുപത്രിയിൽ നഴ്സുമാരെ ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി വണ്ടികൾ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയെന്നാണ്. അപ്പം ഇതിനൊക്കെ പണം ചെലവാക്കുന്ന അവർ അവിടുത്തെ നഴ്സുമാരുടെ ന്യായമായ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതുപോലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഉടമ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അവരുടെ കീഴിലുള്ള ഏകദേശം 6ഓളം ആശുപത്രി, ആസ്റ്ററിന് കീഴിലുള്ള 7ഓളം ആശുപത്രി, ഈ പറയുന്ന ലേക്ക് ഷോർ ആശുപത്രി കൂടിക്കഴിഞ്ഞാൽ 15 ആശുപത്രിയായി. പിന്നെ ഉള്ളത് ഒരു 3 കത്തോലിക്ക സ്ഥാപനങ്ങളായിട്ടുള്ള മറ്റേ പുഷ്പഗിരി, അതുപോലെ തന്നെ ജാസ്മിൻ, അതിനിടയ്ക്ക് താങ്കളുടെ സ്വത്ത് കണ്ടുകെട്ടുക, താങ്കൾക്കെതിരെ അന്വേഷണം, ED അന്വേഷണം എന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും ഈ സമരവുമായി കൂട്ടിയാലോചിക്കേണ്ടതുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ട് 2019 ഞങ്ങൾ വലിയ സമരം നടത്തിയ സമയത്താണ് ഞങ്ങൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ഞങ്ങൾ അതിനുശേഷം അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ആ കേസിൽ ഞങ്ങളെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി എന്ന് പറഞ്ഞ 420 വകുപ്പ് കോടതി ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞു. കാരണം അത് എടുക്കാൻ പോലും കോടതി തയ്യാറായില്ല. പിന്നീടാണ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നു 3-4 ദിവസം മുമ്പ് ഞങ്ങളെ ED വിളിപ്പിച്ചിരുന്നു, ഞങ്ങൾ ഹാജരായിരുന്നു, ഞങ്ങൾ കാര്യങ്ങൾ കൊടുത്തിരുന്നു. ഉടനെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു അറ്റാച്ച്മെന്റ് ഓർഡർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് വലിയ കാര്യമല്ല, ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ട് നടപടിയാണ്. കാരണം ED ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ ഭാഗമായിട്ട് എടുത്താണ്. അതിന്റെ ഭാഗമായിട്ടൊരു പേപ്പർ അയച്ചു. പക്ഷെ വലിയ രീതിയിൽ ജാസ്മിൻ ഷാക്ക് 1,44,00,000 രൂപയുടെ സ്വത്ത് കണ്ടെത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്റെ താമസിക്കുന്ന വീടാണ് അവര് വിൽക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള നോട്ടീസ് എന്നുള്ളത്. അതുപോലെ UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫിന്റെ വീട് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1.44 കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുക്കൾ എന്ന് പറഞ്ഞപ്പോൾ അത് വീടും
പരിസര പ്രദേശമാണ് ആണോ? ആ വീടാണ്, അത് നമ്മൾ താമസിക്കുന്ന വീടാണ്. അത് മാത്രമല്ല, അതൊക്കെ ഈ റീസെന്റ് ആയിട്ട് 23 24 വാങ്ങിയതായത്. ഈ കേസ് എന്ന് പറഞ്ഞാൽ 2019 കേസാണ്. അന്ന് ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതുവരെ ഫ്രീസ് പോലും ഒഴിവാക്കില്ല. കാരണം കേസ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് മഹാരാഷ്ട്ര കേസുമായിട്ട് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ അതിന്റെ ഒരു കാര്യവും പിന്നീട് അന്നത്തെ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പ്രോസസ് ചെയ്ത് അതേപോലെ വെച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾ പിന്നീട് അതായത് 23 24 ബാങ്ക് ലോൺ എടുത്ത് വാങ്ങി അതിൽ കൃത്യമായ സോഴ്സുള്ള ഒരു അല്ല, പക്ഷേ ഈ എന്താണ് ഈ പറയുന്ന സമര നിയമ പോരാട്ടത്തിന് വേണ്ടി പിരിച്ച പണം ഫ്ളാറ്റ് വാങ്ങാനും കാർ വാങ്ങാനൊക്കെ വകമാറ്റി ഉപയോഗിച്ചു എന്നൊക്കെയാ പറയുന്നത് ഇഡി റിപ്പോർട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കൂടി ഞാൻ എറണാകുളം പോകുന്നത് അന്ന് UN വാങ്ങിയ വാഹനത്തിലാണ്. അന്നത്തെ ഇനോവ ഇവർ പറയുന്ന വണ്ടി വാങ്ങി. ആ വണ്ടി എന്ന് പറഞ്ഞാൽ കോടതി തന്നെ അനുമതി തന്നു. അത് സംഘങ്ങളുടെ പേരിലേക്ക് ലോൺ അടച്ചു തീർക്കുന്ന മുറക്ക് അടച്ചു തീർക്കാൻ ഞങ്ങൾ ലോൺ അടച്ച് തീർത്തു കഴിഞ്ഞു. അത് സംഘങ്ങളുടെ പേരിലേക്കായി. ഞങ്ങൾ ഓഫീസ് ഫ്ലാറ്റ് വാങ്ങിയ UN ഓഫീസ് ഫ്ലാറ്റ് വാങ്ങിയതായിരുന്നു. അതും കോടതി നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ പേരിലേക്ക് മാറ്റപ്പെട്ടു. ഇതെല്ലാം കൃത്യമായിട്ട് വളരെ സുതാര്യമായി സംഘടനകളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. സമരത്തിൽ നിൽക്കുന്ന ഒരു നേഴ്സിന് പോലും ഈ സംഘടനയെ കുറിച്ച് ഒരു പരാതി പറയാനുണ്ടാവില്ല. കാരണം അവരൊന്നും അറിയാത്ത ഒരു എല്ലാവരും ഈ സംഘടന നടക്കില്ല. ഇത് ഓക്കെ, എന്തായാലും ആ സമര വിജയത്തിന് അതിന് ആ നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ. അന്വേഷണ വഴിക്ക് നടക്കട്ടെ. അജി കുഞ്ഞുമോൻ തുടരുന്നു. അജി, ജാസ്മിനോട് കാര്യങ്ങൾ ചോദിച്ചത് ജാസ്മിനെ കിട്ടിയപ്പോഴാണ്. അതുവേ ഇതറെ എന്ന് പറയുന്ന വീട്ടിൽ അന്വേഷണം വേറെ, സമരം വേറെ. പക്ഷേ ഇക്കാര്യത്തിൽ ഈ അജി നേരത്തെ ജാസ്മിൻ പറഞ്ഞ ഈ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് കൂടി നഴ്സുമാർ ചോദിക്കുന്ന ഈ ന്യായമായ ആവശ്യം അംഗീകരിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിലേതെങ്കിലും തരത്തിൽ ദുരഭിമാനം ആരും വിചാരിക്കേണ്ടതില്ല. അജി, തീർച്ചയായിട്ടും ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള, അതായത് നേരത്തെ ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിലുള്ള ആശുപത്രികളിലും ഒപ്പം തന്നെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള 3 ആശുപത്രികളിൽ 3 മെഡിക്കൽ കോളേജുകളിൽ ആണ് ഇപ്പോഴും ഈ സമരം തുടരുന്നത്. മറ്റുള്ള എല്ലാ ആശുപത്രികളിലും ചെറുകിട സിംഗിൾ ആശുപത്രികളെല്ലാം തന്നെയും ഈ സമരം വിജയിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ നേഴ്സുമാർ വിജയിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ അവർ ഉടൻ തന്നെ ജോലിക്ക് കയറും. ഈ UNAയുമായി ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അവർ ജോലിക്ക് കയറുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സമരം ശക്തമായി നിൽക്കുന്ന ജില്ല ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ 4 ആശുപത്രികൾ, കോഴിക്കോട് നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട 4 ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും സമരം തുടരുന്നത്. അത് വലിയ തരത്തിലുള്ള സമരമാണ്. ആ സമരം ഇപ്പോഴും കോഴിക്കോട് കളക്ടറേറ്റിന്റെ മുന്നിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ല കഴിഞ്ഞാൽ പിന്നീട് എറണാകുളത്തും തൃശ്ശൂരുമാണ്. 3 ആശുപത്രികൾ വീതമാണ് സമരം ഇപ്പോഴും. 469 ഇതിനോടകം ധാരണയായി. 21 മാത്രമേ സമരം തുടരുന്നുള്ളൂ. 460 പറഞ്ഞാൽ ആ സമരത്തിന്റെ വിജയമാണെന്ന് ഉറപ്പായും പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.